അബ്ദുള്ള ഇബിൻ ഇമാം മുഹമ്മദ് പറയുന്നുണ്ട്. അതുപോലെ സാലിഹ് ഇബിൻ മുഹമ്മദ് അൽ ബാഗ്ദാദി പറയുന്നുണ്ട്. അബു റഹ്മാൻ ഇബിൻ യൂസഫ് ഖറാഷ് ഇതേ കാര്യം പറയുന്നുണ്ട്. അബു ഹത്തിൻ ഇബിൻ ഇബൻ സെറ്റ് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഈ പറയുന്ന ഹഫ്സ് ഒരു നുണയനാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന നൂറുദ്ദീൻ ഇങ്ങനെ കിടന്ന് ആ പോയിന്റിലേക്ക് വരാതെ കിടന്ന് വട്ടം കറങ്ങി ഉത്തരം പറയാതെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇവരുടെ ഓരോ നമ്പറുകളാണ്. ഇവർക്ക് ആവശ്യമുള്ള ഹദീസും ഇതൊക്കെ ഇവരെടുക്കും സന്ദർഭത്തിനനുസരിച്ച്. അതേ ഹദീസ് തന്നെ മറ്റൊരു സന്ദർഭത്തിൽ ഇവര് തള്ളും. അത് ഇവരുടെ സ്ഥിരം നമ്പറാണ്. നൂറുദ്ദീൻ സാറേ, അദ്ദേഹം പോയി. കണ്ടിന്യൂ ചെയ്തോ. നമുക്ക് നൂറുദ്ദീനെ മുള്ളോട്ട് കൊണ്ടുവരാം. എടുത്തോ. അദ്ദേഹം എന്നെ പറയാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഞാൻ താഴേക്ക് വിട്ടതാണ്. ഇനി അദ്ദേഹത്തിന് നൂറുദ്ദീൻ രാജ 1400-500 വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ച, അതായത് 1400 ചില്ലാന വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ച ഒരു വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. പ്രവാചകൻ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല, ഒരു വ്യക്തി എന്ന് പറഞ്ഞോളൂ. 1400 വർഷങ്ങൾക്ക് മുന്നേ, അതും അറേബ്യ മണരാരണ്യത്തിൽ അന്നത്തെ ഏറ്റവും ട്രൈബൽ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വ്യക്തിയെ കുറിച്ചാണ് ഈ ആധുനികതയിൽ നാം സംസാരിക്കുന്ന മിനിമം ബോധം നമുക്ക് വേണം. ഇന്നും നമ്മൾ അദ്ദേഹത്തെ എങ്ങനെ വിമർശിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇസ്ലാം വളരുകയാണ്. ഞാനത് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, UK-യിലും അമേരിക്കയിലും മുസ്ലിം നാടുകൾ വിടൂ, UK-യിലെ ലേറ്റസ്റ്റ് പോപ്പുലേഷൻ ഗൂഗിളിൽ നോക്കി നോക്കൂ, ഇസ്ലാമിക അല്ലെങ്കിൽ അവിടെയുള്ള സയന്റിസ്റ്റുകൾ. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ പറയുന്ന പോലെ ഒരു മുഹമ്മദ് ആണെങ്കിൽ, നിങ്ങൾ പറയുന്ന പോലെ ആളാണെങ്കിൽ ഈ വിവരമുള്ള ആളുകളൊക്കെ വെറുതെ വിശ്വസിക്കുന്ന നിങ്ങൾ വിചാരിക്കുന്നത്. അപ്പൊ ഒരാളെ മനസ്സിലാക്കാൻ, ഇപ്പൊ മഹാത്മാഗാന്ധിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ RSS എന്ത് പറഞ്ഞാലും നമുക്കത് വേരോടൂല എന്നതുപോലെയാണ്. പ്രവാചനം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേരോടൂല. അപ്പൊ ഹദീസുകൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഖുറാനിന് ഒരു നിബന്ധനയുണ്ട്, അതിന് മുഫസ്സിരീങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹദീസുകൾ എന്താണെന്ന് ഞങ്ങൾക്കറിയാം. പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് 1.5 നൂറ്റാണ്ടിന് ശേഷം എഴുതിയതാണ് വിശുദ്ധ ഖുറാൻ. വിശാലമായ രീതിയിലേക്ക് പോകരുത്. UK-യുടെ കാര്യമൊക്കെ ഇരിക്കട്ടെ, ഇവിടെ അള്ളാഹു ആണോ മുഹമ്മദാണോ വലിയത് എന്നുള്ളതാണ് വിഷയം. അതിനെക്കുറിച്ച് സംസാരിക്കും. കറക്റ്റ് 6 മണിക്ക് ഓഫ് ആക്കുന്നതായിരിക്കും, റൂം ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറഞ്ഞ അള്ളാഹു ആണ് വലിയവൻ. അള്ളാഹു എന്ന് പറഞ്ഞാൽ അതായത് അത് നമുക്ക് ഗോചരമായ ഒന്നല്ല, അതുവരെ ബിംബാരാധനയായിരുന്നു. ഇതാണ് ദൈവം എന്ന് ഓരോ ഗോത്ര ദൈവവിശ്വാസികളും പരിചയപ്പെടുത്തുമ്പോൾ പ്രവാചകൻ ലോകത്തോട് പറഞ്ഞു, അള്ളാഹു എന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവനും നിദാനമായ ഒരു ആത്മകേദാരമാണ്. അത് ഇൻവിസിബിൾ ആണ്, ഒരു ശക്തിയാണ്, അതിനെ നമ്മൾ ഫിസിക്കലായിട്ട് കൊണ്ടുവരാൻ കഴിയില്ല. അങ്ങനെയാണ് എന്ന് ലോകത്തോട് പരിചയപ്പെടുത്തുകയാണ് അള്ളാഹ് എന്ന്. ആ അള്ളാഹു എന്നത് ഈ ഭൗതികപരമായ ഒരു പദാർത്ഥമായിട്ടോ അല്ലെ ഭൗതികപരമായ ബിംബ രൂപത്തിലോ അല്ല എന്നും അതിൽ ഗഹനമായ ഒന്നാണെന്നും ലോകത്തോട് ആദ്യമായിട്ട് പ്രവാചകൻ പറയുകയാണ് അള്ളാഹു എന്താണ് എന്ന്. അങ്ങനെയാണ് പ്രവാചകൻ ലോകത്തേക്ക് വരുന്നത്. പിന്നെ അള്ളാഹു ആണോ പ്രവാചകനാണോ വലുത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര ബാലിശം. നസ്രാണി പാസ്റ്റർ, ഞാനൊരു ചോദ്യം ചോദിക്കാം. എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ നന്നായിരിക്കും. അല്ലാതെ ഇങ്ങനെ പ്രഭാഷണം പോലെ പോയി കഴിഞ്ഞാൽ ഉത്തരം പറയേണ്ട ആരാണ്? ഉത്തരം പറയേണ്ടത് എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയുന്നു എന്ന എന്റെ ചോദ്യത്തിന് അവരാണ് ഉത്തരം പറയേണ്ടത്. പ്രിയ സ്നേഹിത, ആദ്യം ഒരാൾ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ, കേട്ടിട്ട് നിങ്ങൾ മറുപടി പറയും. ഓക്കെ, മേളിൽ വരും. ഓക്കെ, ഒന്ന് മൂട്ട് ചെയ്യുമ്പോൾ അത് മൂട്ട് ചെയ്തിട്ട് എടുക്കാതിരിക്കൂ. നിങ്ങൾ മൂട്ട് ചെയ്തിട്ട് എടുക്കുന്നത് കൊണ്ടാണ് ബുദ്ധിമുട്ട്. ആദ്യം ഒരാൾ പറയുന്നത് കേൾക്കൂ, എന്നിട്ട് നിങ്ങൾ ഉത്തരം പറയും. നിങ്ങൾ ഉത്തരം പറയുമ്പോൾ ഇതിന് ഇടയ്ക്ക് വരെ നമ്മൾ എല്ലാവരും സംസാരിക്കുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾ 2, 3, 4 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ സംസാരിക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ സംസാരിക്കാതിരിക്കുന്നു. അപ്പൊ ഒരാൾ മൂട്ട് ചെയ്യുമ്പോഴെങ്കിലും ഇത് മൂട്ട് ചെയ്യുന്നത് ഒരാൾക്ക് സംസാരിക്കാനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളൊരു അഡ്വക്കറ്റ് ആണെന്നല്ലേ പറഞ്ഞത്? അതോ വെറുതെ പറഞ്ഞതാണോ അഡ്വക്കറ്റ് എന്ന്? ഒരു പക്വത കാണിക്കേണ്ടത് ആവശ്യമില്ലേ? ശരി. അപ്പം എന്റെ കൂട്ടുകാരെ, ഞാൻ ചോദിക്കുന്നത് ഇത്ര മാത്രം. അതായത് നമുക്ക് ചോദ്യവും ഉത്തരവുമായിട്ട് പോകാം. മുഹമ്മദ് ഈ അള്ളാഹുവിൽ വലിയവനാണോ ചെറിയവനാണോ? നിങ്ങൾ അള്ളാഹു ആണ് മുഹമ്മദ് വലിയവൻ എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ മുഹമ്മദിന് നിങ്ങൾ സ്വലാത്ത് ചെല്ലുന്നത്? അതായത് ഒരു നിസ്കാരം പൂർത്തിയാകണമെങ്കിൽ അള്ളാഹുവിനോടൊപ്പം ഈ മുഹമ്മദിനെ ചേർത്തത് എന്തിന്? വേറെ എത്രയോ നബിമാരുണ്ട്. മുഹമ്മദ് തന്നെ പറഞ്ഞു, എനിക്ക് അദൃശ്യ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിവില്ല,
അങ്ങനെ അദൃശ്യ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലാത്ത മുഹമ്മദിനെ നിങ്ങൾ സലാത്ത് ചൊല്ലി നിങ്ങളുടെ നിസ്കാരത്തിന് അള്ളയോടൊപ്പം നിർത്തി. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം വൈകുണ്ഠ ബലിയ കോളേജ് ഓഫ് ലോ 1993 LLB എടുത്തത്. അത് അവിടെ നിൽക്കട്ടെ. പിന്നെ രണ്ടാമത്തെ ചോദ്യം പക്വതയുടെ കാര്യം. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരാൾക്ക് മാത്രം പക്വത, ഞങ്ങൾ പക്വതയുള്ളവരാണെന്നുള്ള ചിന്ത തന്നെയാണ് അബക്കം. അത് പോട്ടെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പരിചയപ്പെടുത്തിയ ഒരു അള്ളാഹു, ആ അള്ളാഹുവിന് ലോകം അതുവരെ ബിംബ ആരാധനയിലും ഇപ്പൊ ഭാരതീയ സംസ്കാരമാണെങ്കിലും ഒരു ഇൻവിസിബിൾ ആയ പരബ്രഹ്മം എന്ന് വേദങ്ങൾ പറഞ്ഞാലും ആളുകൾക്ക് അത് മനസ്സിലായിരുന്നില്ല. ഈ ഗോത്ര സംസ്കാരത്തിന്റെ ഭാഗമായി ബിംബാരാധന ഇന്നും ഉണ്ട്. പക്ഷെ വേദങ്ങൾ പരബ്രഹ്മം എന്ന് പറഞ്ഞു. എന്നതുപോലെ പ്രവാചകൻ ലോകത്തോട് അള്ളാഹുവിനെ ഇങ്ങനെയാണ്. പിന്നെ അള്ളാഹു സലാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രാർത്ഥന എന്നാണ്. ആരാധന എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാൽ ആരാധിക്കുന്ന അർത്ഥത്തിലല്ല. ഒരു മനുഷ്യൻ സ്വയം കണ്ടെത്തി ഉണ്ടാകുന്ന നിർവൃതിക്കാണ് അത് ഖുറാൻ പറയുന്നത്. പിന്നെ പ്രവാചകന്റെ ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്നത് കേൾക്കൂ. നിങ്ങളൊന്ന് ചുരുക്കണം. ചുരുക്കിയിട്ട് മറ്റൊരാൾക്ക് പറയാനുള്ള അവകാശം കൊടുക്കണം. ഓക്കെ. മൈക്ക് ഇതുവരെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കാന്. താങ്കൾ എന്താ ഇത് ആദ്യമായിട്ടാണ് ക്ലബ് ഹൗസിൽ വരുന്നത്? ഒരു മൈക്ക് എടുത്തു കഴിഞ്ഞാൽ അത് നിർത്താൻ അറിയില്ലേ? ഇവര് ചുമ്മാ ഒരു മുഹമ്മദ് ആണോ അള്ളാഹു ആണോ വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണെന്ന് വലുതെന്ന് പറഞ്ഞാൽ പോരാ. അല്ല, പ്രബന്ധം തന്നെ അവതരിപ്പിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് കൺസൈസ് ആയിട്ട് മറുപടി പറയാൻ പഠിക്കുക ആദ്യം. താങ്കൾ ചുമ്മാ വലിച്ചു നീട്ടിയ ആൾക്കാരെ ബോറടിപ്പിക്കല്ലേ. ഓക്കെ കൂട്ടുകാരാ. അപ്പൊ അള്ളാഹു വലിയവനാണെന്ന് മുഹമ്മദിനെ ഈ അള്ളാഹു വലിയവനാണെന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ മുഹമ്മദിനെ സലാത്ത് ചൊല്ലി അള്ളാഹുവിനോടൊപ്പം നിർത്തുന്നത്? അച്ഛൻ കുഞ്ഞിന്റെ അച്ഛൻ ആണ്. അച്ഛൻ കുഞ്ഞിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ തന്റെ മക്കൾ തന്നെയും അച്ഛ എന്ന് വിളിക്കുന്നത് എന്തിനാ പറയാൻ പറ്റുമോ? എന്നതുപോലെ തന്നെയാണ് അള്ളാഹു വലിയവനാണ്. അതവിടെ ഉണ്ട്. നമ്മുടെ കുടുംബത്തിലൊരു ഒരു കാരണവരുണ്ടാവുമല്ലോ. എന്നാലും സ്വന്തം കാണുന്ന പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നവരല്ലേ. എന്നതുപോലെ സ്വന്തം അച്ഛൻ ആണ് അച്ഛൻ. അച്ഛൻ കുഞ്ഞല്ല അച്ഛൻ. അച്ഛൻ കുഞ്ഞിനൊരു പിതാവ് ഉണ്ടാവില്ല. എന്നതുപോലെ ഈ പ്രപഞ്ചത്തിനൊരു ശക്തി ഉണ്ടെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അപ്പൊ അള്ളാഹു എന്താണ് ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു മിനിറ്റ്. അപ്പൊ അള്ളാഹുവിന് ശക്തിയുണ്ട്, ഞാൻ സമ്മതിച്ചു. അപ്പൊ മുഹമ്മദിന് ശക്തി? മുഹമ്മദ് സ്വയം പറയുന്നു ഞാൻ വെറും ഒരു മനുഷ്യനാണെന്ന്, ഒരു മെസ്സഞ്ചർ ആണെന്ന്. അതാണ് ഈ പ്രാർത്ഥന. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ. അപ്പൊ അങ്ങനെയെങ്കിൽ എന്റെ പ്രിയ സ്നേഹിത, അള്ളാഹുവിന് ശക്തിയുണ്ട്, മുഹമ്മദിന് അങ്ങനെയുള്ള സാധാരണ ഒരു മനുഷ്യനാണ്, ഒന്നിനും കഴിവില്ല. അപ്പൊ നിങ്ങളെക്കാൾ, നിങ്ങളുടെ ഉപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, നിങ്ങളുടെ ജീവനേക്കാൾ ആരെയാണ് സ്നേഹിക്കുന്നത്? ശക്തിയുള്ളവനെയാണോ? അച്ഛൻ കുഞ്ഞെ, ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന ഓരോ 750 കോടി ജനങ്ങൾ ആരെ സ്നേഹിക്കണമെന്ന് നീയാണോ തീരുമാനിക്കേണ്ടത്? അച്ഛൻ കുഞ്ഞാണോ? അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. എന്റെ മനസ്സിൽ അല്ല, ഒരാൾ മഹാത്മാഗാന്ധിയെ സ്നേഹിക്കുന്നു, ഒരാൾ ശ്രീരാമനെ സ്നേഹിക്കുന്നു, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഞാനൊരു ഇസ്ലാമിനെ കുറിച്ചാണ് ചോദിച്ചത്. നിങ്ങൾ ഇസ്ലാമാണോ? നൂറുദ്ദീൻ ഇസ്ലാമാണോ? മുസ്ലിമാണ്. ഞാൻ ഒരു അബദ്ധമായ ചോദ്യത്തെ പുച്ഛിച്ച് തള്ളുകയാണ്. എന്റെ സ്വാതന്ത്ര്യമാണ്. ഞാൻ മുസൽമാന് സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള കാര്യം അറിയാമോ? ഒരു മുസൽമാന് തന്റേതായ ഒരു സ്വാതന്ത്ര്യം എടുക്കാൻ അവകാശമില്ല എന്നുള്ളത് അറിയാമോ? നൗഫാൽ നൂറുദ്ദീൻ ഒരു മുസ്ലിമാണോ? അച്ഛൻ കുഞ്ഞ കേൾക്കുന്നില്ല. അച്ഛൻ കുഞ്ഞിനോട് പറയാം ഞാൻ ഒരു മുസ്ലിമാണെന്ന് ഞാൻ പറയുന്നു. അതെ, ഞാനൊരു മുസ്ലിമാണെന്ന് ഞാൻ പറയുന്നു. അച്ഛൻ കുഞ്ഞിനോട് പറയുന്നു. അപ്പൊ നിങ്ങൾ മുസ്ലിം അല്ല? അച്ഛൻ കുഞ്ഞ് ഞാനൊരു മുസ്ലിമാണ്, ഞാൻ മുസ്ലിമാണോ അല്ലേന്ന് അച്ഛൻ കുഞ്ഞിനോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. എന്റെ ഹൃദയത്തിലാണ് ഞാൻ ആരാന്ന്. അച്ഛൻ കുഞ്ഞൊരു മനുഷ്യനാണോ? ഞാൻ പറയുന്നത് അച്ഛൻ കുഞ്ഞൊരു മനുഷ്യനാണോ? അല്ല, അച്ഛൻ കുഞ്ഞ് താങ്കളൊരു മനുഷ്യനാണോ? അല്ല, അച്ഛൻ കുഞ്ഞൊരു മനുഷ്യനാണോ ഒരു മൃഗമാണോ? അല്ല, അച്ഛൻ കുഞ്ഞ് താങ്കളൊരു മനുഷ്യനാണോ മൃഗമാണോ? എന്റെ ഒരു സംശയമാണ്. ഞാൻ വിശ്വസിക്കുന്നത് താങ്കളുടെ എവിടെ മൃഗമുണ്ട് മനുഷ്യനായിട്ടുള്ള. അപ്പൊ അത് എനിക്ക് സ്ഥാപിക്കാൻ അച്ഛൻ കുഞ്ഞിന് ഇങ്ങോട്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വേണ്ട. അങ്ങനെയുള്ള ചോദ്യങ്ങൾ അച്ഛൻ കുഞ്ഞിന് മൃഗമാണ് ഞാൻ പറഞ്ഞ അച്ഛൻ
മൃഗം കഴിഞ്ഞല്ലോ. അല്ല, അച്ഛൻ കുഞ്ഞൊരു മൃഗമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അച്ഛൻ കുഞ്ഞൊരു മനുഷ്യനല്ല, ഒരു മൃഗമാണ്. എന്റെ പ്രിയ സ്നേഹിത, നിങ്ങളെക്കാൾ, നിങ്ങളുടെ ജീവനേക്കാൾ, നിങ്ങളുടെ ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ എന്തിനാണ് മുഹമ്മദ്? അത് അച്ഛൻ കുഞ്ഞിനോട് പറയണ. എനിക്ക് അച്ഛൻ കുഞ്ഞ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ലവ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലവ്. സ്നേഹം എന്നതിന് നിങ്ങൾ പറയുന്ന ഒരു അർത്ഥമല്ല ലോകത്തുള്ളത്, അത് വിപുലമാണ്. അപ്പൊ അതിൽ അച്ഛൻ കുഞ്ഞിന് സ്നേഹം എന്താണെന്ന് ആദ്യം പഠിപ്പിച്ചു തുടങ്ങണം. അപ്പൊ അങ്ങനെയുള്ള അച്ഛൻ കുഞ്ഞിനോട് ഞാൻ പ്രവാചകനെ എന്തിനാണെന്ന് പറയേണ്ട ആവശ്യം എനിക്കുള്ള. അച്ഛൻ കുഞ്ഞിന് മൃഗമാണോ മനുഷ്യനാണോ? നോ, താങ്കളൊരു മൃഗമാണോ മനുഷ്യനാണോ? പ്രിയ സ്നേഹിത, ഞാൻ മനുഷ്യനാണ്, ഞാൻ മൃഗമല്ല. എനിക്ക് വിശ്വാസമില്ല. താങ്കൾ മൃഗമാണെന്ന്. താങ്കൾ പുറമേ മനുഷ്യനും അകത്ത് മൃഗവുമാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ എങ്ങനെ അതിനാ ആൻസർ പറയും? യെസ് ഓർ നോ? നിങ്ങൾ യെസ് എനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ ഹലോ നൂറുദ്ദീൻ ഷട്ടർ. ആവശ്യമില്ലാത്ത പേഴ്സണൽ കാര്യങ്ങൾ താങ്കൾ മൃഗമാണോ മനുഷ്യനാണോ? എന്റെ ചോദ്യം. താങ്കൾ മനുഷ്യൻ കുഴപ്പമുണ്ടോ? അല്ല, ജനാധിപത്യരായിട്ട് മൃഗമാണെന്ന് വിശ്വസിച്ചൂടെ? ഇദ്ദേഹം പ്രോഫറ്റ് മുഹമ്മദ് ഒരു പീഡഫൈലായിരുന്നു. കൊച്ചുകുട്ടിയെ പോലും ലൈംഗികമായിട്ട് ഉപയോഗിച്ച ആളെയാണ് മഹോന്നത എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്നിട്ട് ഇവൻ മറ്റുള്ളവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ മനുഷ്യനാണോ മൃഗമാണോ? നിങ്ങളുടെ മുഹമ്മദ് തന്നെയാണ് മൃഗത്തിന്റെ പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ളത്, മൃഗീയമായിട്ട് ആളുകളെ പീഡിപ്പിക്കുക. ഞാനൊരു മൃഗമായതോട് അത് നിങ്ങളുടെ ഈ മഹോന്നതത്തിൽ പറഞ്ഞ ആളാണ് മൃഗം. പ്രവാചകനെ കുറിച്ച് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ മൃഗത്തെ പിന്തുടർന്നുകൊണ്ടാണ് ഋതുമതി ആകുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് വിശ്വസിച്ച ഈ ശൈശവ വിവാഹം കേരളത്തിലുണ്ടായിരുന്നില്ലേ? ഋതുമതി സ്വഭാവമുള്ള ആള്. മുഹമ്മദാണ് മൃഗത്തിന്റെ സ്വഭാവം. അച്ഛൻ കുഞ്ഞും ഡയമണ്ടും മൃഗങ്ങളാണ്. എനിക്ക് നിങ്ങളെ മൃഗങ്ങളായിട്ടാ തോന്നുന്നു. നിങ്ങളുടെ മുഹമ്മദാണ് എന്നിട്ട് ഇവിടെ വന്ന് ചോദിക്കുക മൃഗമാണോ മനുഷ്യനാണ്? നിങ്ങൾ മനുഷ്യരാണെന്ന് പറയാം. മൃഗങ്ങളാണ് മനുഷ്യൻ. ഒരു മിനിറ്റ്. അതായത് നിങ്ങൾക്ക് ചോദിക്കുന്നതിന് ഉത്തരമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഈ ഗ്രൂപ്പിനെ എങ്ങനെയെങ്കിലും ഒരു തെറ്റായ ഗ്രൂപ്പാണെന്ന് വരുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. എല്ലാ മുസ്ലിംകളുടെയും ലക്ഷ്യം അതാണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ അടുത്ത് ചോദിച്ചു നിങ്ങൾ മുസ്ലിം ആണോ എന്ന്. അപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് മനുഷ്യനാണോ മൃഗമാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഡയമണ്ട് പറഞ്ഞു മൃഗത്തിന്റെ സ്വഭാവം കാണിക്കുന്നത് ആരാണെന്ന് ഡയമണ്ട് പറഞ്ഞു. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുന്നു? വീണ്ടും നിങ്ങൾ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് എന്റെ കൂട്ടുകാരൻ, നിങ്ങളൊരു ഇസ്ലാം ആണെങ്കിൽ, അതായത് നിങ്ങളെക്കാൾ, നിങ്ങളുടെ ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ, അതായത് നിങ്ങളുടെ ജീവനേക്കാൾ അധികമായി മുഹമ്മദിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും, എന്നാൽ മുഹമ്മദ് ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറയുകയും, അപ്പം അതിനേക്കാളാണ് വലിയവൻ എന്ന് പറയുന്ന അള്ളാഹുവിനെ നിങ്ങളുടെ ജീവനേക്കാൾ, ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ, അല്ലെ നിങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കുന്നുണ്ടോ? അതാണ് എനിക്ക് അറിയേണ്ടത്. അതോ രണ്ടുപേരെയും ഒരുപോലെ? എടോ അച്ഛൻ കുഞ്ഞ്, സ്നേഹം എന്നതിന്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കൂ താങ്കൾ. ഈ സ്നേഹം പ്രവാചകനോടുള്ള സ്നേഹവും ഉപ്പാനോടും ഉമ്മയോടുള്ള സ്നേഹവും കാമുകിയോടുള്ള സ്നേഹവും ഭാര്യയോടുള്ള സ്നേഹവും പ്രപഞ്ചത്തിനോടുള്ള സ്നേഹവും, സ്നേഹം വ്യത്യസ്തമാണ്. സ്നേഹത്തിന് ഒരുപാട് നിർവചനങ്ങളുണ്ട്. ഒരു പ്രവാചകനെ സ്നേഹിക്കുന്നതും അച്ഛനെയും അമ്മയെയും സ്നേഹിക്കുന്നതും അച്ഛനെ സ്നേഹിക്കുന്നതും അമ്മയെ സ്നേഹിക്കുന്നതും പ്രവാചകനെ സ്നേഹിക്കുന്നതും മക്കളെ സ്നേഹിക്കുന്നതും ഒന്നും ഒരേ നിർവചനമല്ല. അതാ ഞാൻ പറയാൻ കാരണം. അത് ആദ്യം മനസ്സിലാക്കൂ താങ്കൾ. അത് വ്യത്യസ്ത ഡിഫറൻസ്. ഓക്കെ, ഞാൻ സമ്മതിച്ചു. അല്ലയോ എന്റെ പ്രിയ സ്നേഹിത, നിങ്ങളുടെ ഖുർആനിൽ സ്നേഹത്തെ കുറിച്ച് എന്താണ് പറയുന്നത്? അതൊന്ന് ഏത് അധ്യായം, ഏത് ആയത്തുകൾ ഒന്ന്? വിശുദ്ധ ഖുർആൻ സ്നേഹത്തെ കുറിച്ച് വളരെ ലളിതമായി പറയാണ്. ലവ് ഫോർ ഓൾ, ഹേറ്റഡ് ഫോർ നൺ. എല്ലാവരോടും സ്നേഹം, ആരോടും വെറുപ്പില്ല എന്നാണ് ബേസിക് ഖുർആൻ പറയുന്നത്. ലോകത്തെ മുഴുവനും സ്നേഹിക്കാൻ, ഞാൻ സമ്മതിച്ചു. നിങ്ങളെ ഖുർആൻ പറയുന്ന എല്ലാവരെയും സ്നേഹിക്കാൻ. എന്നിട്ട് നിങ്ങളുടെ ഖുർആനിൽ തന്നെയല്ലേ പറയുന്ന അയൽക്കാരനെ വിട്ട് ഞുറുക്കിക്കളയണോന്ന്? അത് നിങ്ങൾ കണ്ടെത്തിയ നിർവചനമാണ്. അയൽക്കാരന്റെ അടുപ്പ് പുകഞ്ഞിട്ടുണ്ടോ നോക്കി ഭക്ഷണം കഴിക്കണമെന്നാണ് പ്രവാചകൻ പറയുന്നത്. നിങ്ങൾ പറയുന്ന, നിങ്ങൾക്ക് ശത്രുത ഉണ്ടാക്കണം. അതിന് നിങ്ങൾ
അതിന്റെ ആയത്ത് കൊടുക്കും കൂട്ടുകാരാ. അടുത്ത വീട്ടിലെ ഈ വീട് പുകഞ്ഞിട്ടുണ്ടോന്ന്, ഏതാ അടുപ്പ് പുകഞ്ഞിട്ടുണ്ടോന്ന് നോക്കാനുള്ള ആയത്ത് കൊടുക്കും. ഞാൻ പറയുന്ന ഒരു യുദ്ധം നടക്കുന്ന സാഹചര്യങ്ങളിൽ ഖുറാൻ വിവരിച്ച വചനങ്ങള് ആധുനികതയിൽ കൊണ്ടുവന്ന് വിമർശിക്കണ്ട. യുദ്ധ സാഹചര്യങ്ങളിൽ പറഞ്ഞ കാര്യമല്ല, അത് യുദ്ധ സന്ദർഭമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കുരുക്ഷേത്ര യുദ്ധം, ഭഗവാൻ ശ്രീകൃഷ്ണ യുദ്ധം വേണ്ടെന്നാ പറയുന്നേ. പക്ഷെ അതിന്റെ സന്ദർഭം അടുത്ത് യുദ്ധം വേണമെന്നാക്കണം എന്നതുപോലെ യുദ്ധം വേണ്ടെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ. അപ്പം നിങ്ങൾ പറയുന്ന യുദ്ധമാണെന്ന് പറയുന്നു, നിങ്ങള് അങ്ങനെ ആക്കി തീർക്കുകയാണ്. നിങ്ങൾക്ക് അഡ്വക്കേറ്റ് അല്ലേ കൂട്ടുകാരാ? ഒന്നുമില്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് അല്ലേ? ഒരാൾ പറയുമ്പോ അതൊന്ന് കേൾക്കൂ. അതായത് 200-ൽ പരം വണ്ടി പോയോ? 200-ൽ പരം വണ്ടികൾ ബാംഗ്ലൂരിൽ 200-ൽ പരം വണ്ടികൾ ബാംഗ്ലൂരിൽ കത്തിച്ചു. അവിടെ എന്ത് യുദ്ധമായിരുന്നു നടന്നത്? ബാംഗ്ലൂരിൽ 200-ൽ പരം അതായത് 4 വീടങ്ങാണ്ട് അവർ കത്തിച്ചു. അപ്പൊ ഇത് എന്ത് യുദ്ധമായിരുന്നു അവിടെ നടന്നത്? മനസ്സിലായില്ല. എവിടെ നടന്നത്? ബാംഗ്ലൂര് ഒരു ഗ്രാമത്തിലോ ഇന്ത്യയുടെ പല ഭാഗത്തും, ഞാൻ പറഞ്ഞു, ഇന്ത്യയുടെ പല ഭാഗത്തും നടന്നതായിട്ട് നമ്മൾ വായിക്കുന്ന, നമ്മൾ അറിയുന്ന സംഭവങ്ങളെ കുറിച്ച് യഥാർത്ഥമായ അന്വേഷണം കേരളത്തിലെ അല്ലെങ്കിൽ ആ നാട്ടിലെ പോലീസ് ഭരണഘടന എന്തു പറയുന്നു നിയമപരമായിട്ട് അതറിയണം. നമ്മൾ ഈ കേൾക്കുന്നത് ശരിയാവണമെന്നില്ല, നമ്മൾ ഈ കേൾക്കുന്നത് മുഴുവനും ശരിയാവണമെന്നില്ല. നമ്മുടെ വിഷയം ഈ മതം എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളോട് മനുഷ്യന്റെ സമീപനം എന്നാണ്. അത് നിങ്ങൾ ലോക്കലൈസ് ചെയ്യണ്ട. 1-2 സംഭവങ്ങളിലേക്ക് നിങ്ങൾ സമ്മതിച്ചു, നിങ്ങൾ പറഞ്ഞത് സമ്മതിച്ചു. നമ്മുടെ അധ്യാപകനെ, അതായത് എതിർ ദിശയിൽ നിന്നും കൈകാലുകൾ വെട്ടിയത് ജേറി. ആരെ കൈകാലുകള്? അല്ലോ, ഒരു മാഷിന്റെ കൈകാലുകൾ എതിർ ദിശയിൽ നിന്ന് വെട്ടിയത് അറിയാമോ? സുഹൃത്തെ, മാഷിന്റെ കൈകാലികളല്ല. 1400 വർഷങ്ങളുടെ ചരിത്രം നോക്കുമ്പോ ലോകത്ത് മുസ്ലിം നാമധാരികൾ ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട്. മുസ്ലിം നാമധാരികൾ ഒരുപാട് ആളുകൾ ഈ മാഷിന്റെ കൈയും കാലും മാത്രല്ല, 1400 വർഷങ്ങൾ നോക്കുമ്പോ മുസ്ലിം പേരിട്ട ആളുകൾ, മുസ്ലിം പേരിട്ട ഗ്രൂപ്പുകൾ, ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ഇറാനിലും ഒക്കെ അനേക കോടി ജനങ്ങളെ, അനേക ലക്ഷം ജനങ്ങളെ കൊല്ലുന്നുണ്ട്. അതിന് ഇസ്ലാം എന്ത് കഴിച്ചു? ഇസ്ലാമിനെ നിങ്ങൾ ക്രിസ്ത്യനാണോ? നിങ്ങളുടെ പ്രസംഗം കേൾക്കുന്നില്ല. റേഞ്ചില്ല നൂറുദ്ദീൻ, പ്ലീസ്. നൂറുദ്ദീൻ സത്യത്തില് ഒരു 1/4 മണിക്കൂറായിട്ട് നന്നായിട്ട് ഇസ്ലാമിനെ വെളുപ്പിക്കാൻ നോക്കുവാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു വക്കീൽ എന്താ പറയുക, ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇസ്ലാമിനെയും ഖുറാനെയും ഹദീസിനെയും ഒക്കെ നന്നായിട്ടൊന്ന് വെളുപ്പിക്കാൻ നോക്കുവാണ്. ഇവിടെ രാജയിൽ തുടങ്ങിയ ഡിസ്കഷനാണ്. രാജ ചോദിച്ച ചോദ്യങ്ങൾ, രാജ പെർഫെക്റ്റ് ആയിട്ട് ആയത്ത് വെച്ച് റെഫറൻസ് വെച്ച് പണ്ഡിതന്മാരുടെ പേരുകൾ പറഞ്ഞുകൊണ്ടാണ് രാജ ഇവിടെ പ്രസംഗിച്ചത്, അല്ലെങ്കിൽ രാജ പോയിന്റ് പറഞ്ഞത്. ഇദ്ദേഹം വിചാരിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ശബ്ദം മുഴക്കി മറ്റുള്ള ആൾക്കാരുടെയൊക്കെ ശബ്ദത്തെ അടിച്ചമർത്തി കഴിഞ്ഞാൽ ഇവർ പറയുന്നതെല്ലാം അങ്ങ് സത്യമാവുമെന്നാണ് ഈ നൂറുദ്ദീനെ പോലെയുള്ള ചില ആൾക്കാരുടെ വിചാരം. പണ്ട് ചിലര് നുണ പറയും. ഇപ്പൊ ഇദ്ദേഹം ചെയ്യുന്നത് എന്താണ്? ഇദ്ദേഹം മറ്റുള്ളവര് സംസാരിക്കുന്ന പോലും വിടാതെ അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് അങ്ങ് അടിച്ചേൽപ്പിക്കുക എന്നൊക്കെ പറയുന്ന ഇതാണ്. ഇങ്ങനെ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ ഇവര് പറയുന്ന കള്ളമൊക്കെ സത്യമായിട്ട് അങ്ങ് മാറിക്കോളും എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഇദ്ദേഹം വക്കീലാണെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരുന്ന് നമ്മുടെ അടുത്ത് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുപോലെയുള്ള നിങ്ങൾ എത്രത്തോളം ഇങ്ങനെ വാദിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ഖുറാനും ഇസ്ലാമും എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. കാരണം ഇതുപോലെയുള്ള പോയോ പുള്ളി? ഓക്കെ, പിന്നെ പുള്ളിയുടെ നെറ്റ്വർക്കിന്റെ പ്രശ്നമാണ്. പുള്ളി തിരിച്ചു ഇദ്ദേഹം പറഞ്ഞില്ലേ സമാധാനം ഇതൊക്കെയാണെന്നുള്ളത്. എന്റെ എനിക്ക് തോന്നുന്നൊരു 19 വാക്യങ്ങൾ എന്റെ കയ്യിൽ റെഫറൻസ് ഇരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന് ഒന്ന് വായിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇയാളുടെ ബഹളം ഒന്ന് കഴിഞ്ഞിട്ട് എന്തൊരു ബഹളമായിരുന്നു, ഇവിടെ ഇരിക്കാൻ തോന്നുന്നില്ലായിരുന്നു. അതെത്തിയല്ലോ.
ഞാനേ നൂർദ്ദീൻ സാറേ, ഞാൻ ചില ആയത്തുകളും അതിന് എല്ലാം വായിക്കാൻ പറ്റില്ല. എന്നാൽ ഞാൻ കുറച്ച് റെഫറൻസുകൾ തരാം ആയത്തുകളുടെ. താങ്കൾ അത് സൗകര്യം പോലെയൊക്കെ ഇരുന്ന് വായിക്കും. എന്നിട്ട് പറയും ഈ ഇസ്ലാം സമാധാനത്തിന്റെ മതമാണോ അതോ മറ്റേ ഈ മുഹമ്മദും ഈ അള്ളാഹുവും കൂടി ലോകം മൊത്തം നശിപ്പിക്കാൻ തക്ക ഹേറ്റഡ് ആണോ പറഞ്ഞതെന്നുള്ളത് ഞാനിപ്പോ തരാം. ഒന്ന് സൂറ 3:28 സത്യവിശ്വാസികളല്ലാതെ സത്യനിഷേധികളെ മിത്രങ്ങളാക്കി വെക്കരുത്. അങ്ങനെ വല്ലവനും ചെയ്യുന്ന പക്ഷം അള്ളാഹുവുമായി അവന് യാതൊരു ബന്ധവുമില്ല. അതായത് മറ്റുള്ളവരൊക്കെ വെറുക്കണം. ഇനി അത് തന്നെ അങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 3:118 അത് തന്നെ പറയുന്നു. 4:139 പറയുന്നു. 4:144, 5:51 നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വാക്യാണ്, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. 5:57, 5:81, 28:86, പിന്നെ 9:23 എല്ലാവർക്കും അറിയുന്നതാണ്. 9:24 പറയുന്നുണ്ട് അതന്നെ. 9:113, 9:114, അതുപോലെ നിരവധി ഹദീസുകൾ. ഇതൊക്കെ പറയുന്നത് രാജ, ഞാനത് പറയട്ടെ, ഞാൻ ഇടപെടേണ്ടി വരികയാണ്. താങ്കൾ പറഞ്ഞുകൊണ്ട് ഇടപെടേണ്ടി വരികയാണ്. താങ്കൾ പറഞ്ഞ നമ്പറുകൾ യഥാർത്ഥമായ RSSന്റെ ഹദീസുകൾ കൊണ്ടുവരണ്ട. ഈ നമ്പർ തെറ്റാണ്. റോങ് നമ്പർ. യു ആർ ഗെറ്റിംഗ് ഗൂഗിൾ. നിങ്ങൾ ചോദ്യം ചോദിക്കാൻ വരണ്ടെന്ന് ഈ പറയണേ. നിങ്ങളെ യഥാർത്ഥമായ ഞാൻ അദ്ദേഹത്തിന് ഓഡിയൻസിലേക്ക് വിട്ടു. എന്താ കാര്യം എന്ന് വെച്ചാല് അദ്ദേഹം ഒരിക്കലും മറ്റുള്ളവരെ സംസാരിക്കാൻ സമ്മതിക്കില്ല. സംസാരിക്കാൻ സമ്മതിച്ചില്ല. അതായത് ഖുർആൻ 4 അതിന്റെ 104 ആയത്ത്, ശത്രു ജനതയെ തേടിപ്പിടിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ദൈവല്യം കാണിക്കരുത്. നിങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേദന അനുഭവിക്കുന്നത് പോലെ അവനും വേദന അനുഭവിക്കുന്നുണ്ട്. നിങ്ങളോട് അവർക്ക് ഇല്ലാത്തത് അള്ളാഹുവിങ്കൽ നിന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഞാൻ വേറൊരു ആയത്ത് വായിക്കാനാ. ഓക്കെ, പക്ഷെ ഒരു കാര്യം, ഒരു മിനിറ്റ്, നിങ്ങൾ മാത്രം ഇങ്ങനെ സംസാരിച്ചിരുന്നാല് മറ്റുള്ളവർ പറയുന്ന ആർക്കും കേൾക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാനിവിടെ കുറച്ച് ആഴ്ചകളും ഹദീസുകളും വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് പിന്നെ നിങ്ങളെ മ്യൂട്ട് ചെയ്താലും നിങ്ങൾ പിന്നെ അപ്പോൾ തന്നെ അൺമ്യൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാ? മറ്റുള്ളവർക്കും കൂടി സംസാരിക്കാനുള്ള അവസരം കൊടുക്കുക. ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാം, പക്ഷെ നിങ്ങളുടെ ടേൺ വരുമ്പോൾ മാത്രം സംസാരിക്കുക. അതല്ലേ മാന്യത? നൂറുദ്ദീന്റെ പുതിയ തരം വെളുപ്പിക്കലാണ്. ഞാൻ അവസാനം വിശുദ്ധ ഖുർആൻ ലോകത്തോട് പറയുന്ന ഒന്നുണ്ട്. നിങ്ങളോട് അവസാനം ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം എന്നെ പറയാൻ അനുവദിക്കും. ഒരു കാര്യം കുഞ്ഞ് ഇത് ചില സിനിമയൊക്കെ കണ്ട പോലെ അവസാനം ശരിക്കാതെ ഇയാള് എന്താ മറ്റുള്ളവരൊന്നും സംസാരിക്കാനും സമ്മതിക്കില്ല. നിങ്ങളുടെ ടേൺ വരുമ്പോൾ സംസാരിക്കുന്നതിനെ നിങ്ങൾക്ക് ടേൺ തരും. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ മണിക്കൂറുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അവസരം തരും, അപ്പൊ സംസാരിക്കും. ഇത് മറ്റുള്ളവർ സംസാരിക്കുന്ന അല്ല, എനിക്കൊരു ഡൗട്ട്. ഇദ്ദേഹം കോടതിയിൽ പോയാലും ഇങ്ങനെ തന്നെയാണോ? പുള്ളി ഇങ്ങനെ റേഡിയോ പോലെ അവിടെ പോയാലും ഇങ്ങനെ നിങ്ങളോട് എല്ലാ ബഹുമാനത്തോടും കൂടി തന്നെയാണ് പറയുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി അവസരം കൊടുക്കുക. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, നിങ്ങളുടെ ടേണിന് വെയിറ്റ് ചെയ്യും. ഞാനത് നേരത്തെ എടുത്ത് വായിച്ചപ്പോഴത്തെ നോർദിയൻ എന്ത് ചെയ്തു? വായിക്കാൻ വിടുന്നില്ല. ഓക്കെ, ഞാനൊന്ന് വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ സംസാരിച്ചോളൂ.